ലോകാരോഗ്യ സംഘടനയിൽ നിന്നും ഔദ്യോഗികമായി പ്രവർത്തനം അവസാനിപ്പിച്ചതായി അമേരിക്ക. സംഘടനയിൽ നിന്നും അമേരിക്ക പിന്മാറുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ച് ഒരു വർഷത്തിന് ശേഷമാണ് പിന്മാറിയതായി ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നത്. ഇതോടെ ഐക്യരാഷ്ട്രസഭയുടെ ആരോഗ്യ ഏജൻസിയിൽ യുഎസിന്റെ എല്ലാ പങ്കാളിത്തവും അവസാനിച്ചു. റിപ്പോർട്ടുകൾ പ്രകാരം ഏകദേശം $260 മില്യൺ കടബാധ്യതയുമായാണ് അമേരിക്കയുടെ പിന്മാറ്റം. യുഎസ് ആരോഗ്യ മനുഷ്യാവകാശ സേവന വകുപ്പ് ലോകാരോഗ്യ സംഘടനയുമായുള്ള എല്ലാ ധനസഹായവും നിർത്തിവച്ചതായും ലോകാരോഗ്യ സംഘടനയുടെ സ്ഥാനത്തും ലോകമെമ്പാടുമുള്ള ഓഫീസുകളിൽ നിന്നും യുഎസ് ഉദ്യോഗസ്ഥരെ തിരികെ വിളിച്ചതായും ബ്ലൂംബെർഗ് റിപ്പോർട്ട് ചെയ്തു. ലോകാരോഗ്യ സംഘടന സ്പോൺസർ ചെയ്യുന്ന നേതൃത്വ ബോഡികൾ, സാങ്കേതിക കമ്മിറ്റികൾ, വർക്കിംഗ് ഗ്രൂപ്പുകൾ എന്നിവയിലെ പങ്കാളിത്തവും യുഎസ് അവസാനിപ്പിച്ചു. രണ്ടാം ഊഴത്തിന്റെ ആദ്യ ദിവസം ട്രംപ് ഒപ്പിട്ട എക്സിക്യൂട്ടീവ് ഓർഡറിനെ തുടർന്നാണ് പിന്മാറ്റം. കോവിഡ് മഹാമാരി കൈകാര്യം ചെയ്യുന്നതിൽ ലോകാരോഗ്യ സംഘടന പരാജയപ്പെട്ടെന്നും പരിഷ്കാരങ്ങൾ സ്വീകരിക്കുന്നതിൽ വീഴ്ച വരുത്തിയെന്നും രാഷ്ട്രീയ സ്വാധീനത്തിൽ നിന്നും മോചിതമല്ല എന്നും ട്രംപ് ആരോപിച്ചിരുന്നു. പിന്മാറുന്നതിന് മുൻപ് കടം വീട്ടാൻ ബാധ്യതയുണ്ടെന്ന വാദം യുഎസ് നിഷേധിച്ചു. ഏജൻസിയിൽ നിന്നും പിന്മാറുന്നതിന് മുൻപ് കുടിശ്ശിക തീർക്കാൻ യുഎസിന് നിയമപരമായ ബാധ്യതയില്ല എന്ന് ഒരു മുതിർന്ന HHS ഉദ്യോഗസ്ഥൻ പറഞ്ഞു. 1948 പ്രമേയം ഒരു വർഷത്തെ നോട്ടീസും ഏതെങ്കിലും കുടിശ്ശിക അടയ്ക്കലും നിർബന്ധമാക്കുന്നുണ്ടെങ്കിലും ഇത് യുഎസിന് ബാധകമല്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ലോകാരോഗ്യ സംഘടന ഐക്യരാഷ്ട്രസഭയുടെ പ്രത്യേക ആരോഗ്യ ഏജൻസിയാണ്. ആഗോള ആരോഗ്യപരമായ ഭീഷണികൾക്കുള്ള പ്രതിരോധം ഏകോപിപ്പിക്കുക, ദരിദ്ര രാജ്യങ്ങൾക്ക് സാങ്കേതിക സഹായം നൽകുക, വാക്സിനുകളും ചികിത്സകളും വിതരണം ചെയ്യുക, ആരോഗ്യ മാർഗനിർദ്ദേശങ്ങൾ നിശ്ചയിക്കുക എന്നിവയാണ് ഇതിന്റെ ചുമതലകൾ. ലോകത്തിലെ ഏതാണ്ട് എല്ലാ രാജ്യങ്ങളും ഇതിൽ അംഗങ്ങളാണ്. പോളിയോ നിർമ്മാർജ്ജനം മുതൽ മാതൃശിശു ആരോഗ്യ പരിപാടികൾ, പുതിയ വൈറസ് ഗവേഷണം വരെയുള്ള വിവിധ സംരംഭങ്ങളെ യുഎസിന്റെ പിന്മാറ്റം തളർത്താൻ സാധ്യതയുണ്ടെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്.